കുണ്ടുംകുഴിയുമായി തകർന്നു കിടക്കുന്ന തൃപ്പിയാർ സെന്ററിലെ ബസ് സ്റ്റോപ്പിന് മുൻപിലുള്ള കുഴിയിൽ വാഴ നട്ടുകൊണ്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എത്രയോ അപകടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഗുരുതരമായ പരിക്കുകളോടെ അങ്കമാലി ഹോസ്പിറ്റലിൽ വരെ ഈ കുഴിയിൽ വീണവർ ചികിത്സയിൽ കഴിയുകയാണ്. ബസ്സിൽ കയറാനോ ബസ്സിൽ നിന്ന് ഇറങ്ങാനോ ഇവിടെ സാധിക്കുന്നില്ല. എന്നാൽ ഒന്നിനും കൊള്ളാത്ത പഞ്ചായത്ത് നോക്കുകുത്തിയായി കാഴ്ചക്കാരായി മാറുകയാണ്. കാലവർഷം മുതലെടുത്ത് മണ്ണെടുക്കാനും മണ്ണ് കടത്താനും അത് കട്ട് വിൽക്കാനുമാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്കും CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനും താല്പര്യം. നമ്മുടെ മുന്നിൽ ഡിവൈഡർ നിൽക്കുന്നുണ്ട്. ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ട ഡിവൈഡർ നമ്മുടെ മുന്നിലുണ്ട്. ആ ഡിവൈഡറിൽ അപകടം നിത്യ കാഴ്ചയാണ്. ആ ഡിവൈഡറിന്റെ ദൂരം തന്നെ വാഹനങ്ങൾ ഇടിച്ച് ആ ഡിവൈഡറിന്റെ ദൂരം വളരെ പരിമിതപ്പെട്ടിരിക്കുകയാണ്. ഡ്രീംലാൻഡ് പരിസരത്തുനിന്ന് ആയിരുന്നു ഡിവൈഡർ തുടങ്ങിയതെങ്കിൽ വടക്ക് ഭാഗത്ത് ഇന്നത് എത്രയോ മീറ്റർ ഇടിച്ചിടിച്ച് തകർന്നിരിക്കുന്നു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. അപകടങ്ങൾ പെരുകുമ്പോൾ CPM നാട്ടിക പഞ്ചായത്ത് ഭരണം നോക്കുകുത്തിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, AN സിദ്ധപ്രസാദ്, ബിന്ദു പ്രദീപ്, KV സുകുമാരൻ, PC ജയബാലൻ, രഹന ബിനീഷ്, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു.